വേറൊന്നും കൊണ്ടല്ല. എൻ്റെ പേര് ഇതിനെ കോളമായി സത്യം പറഞ്ഞ ഇൻട്രോ എടുക്കുമ്പോൾ എന്തുവാ കോളം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഇതിനെ ബസ്. എന്താണെന്ന് ഇങ്ങനെ ഈ കോമാളി വേഷമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നത്. സംഭവം ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടുണ്ട് മനു മുരളിക്ക് അവന് ബർഗർ മേടിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ. അന്നേരം ഞാൻ അവൻ്റെ റൂമിൽ ചെന്ന സമയത്ത് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത്. അന്നേരം നിങ്ങളെ കൂടുതലായിട്ട് ചളി അടുപ്പിച്ച് നിർത്തുന്നില്ല. ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഒരുപാട് ആൾക്കാർക്ക് കണ്ണിന് ചുറ്റിനും കറുപ്പ് നിറം വരാറുണ്ട്. അന്നേരം ഒരുപാട് ആൾക്കാർ മാക്സിമം നമ്മളുടെ കുറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പ്രോഡക്റ്റ്സിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതായത് ആ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാലും വലിയ യൂസൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കണ്ണിനടിയിൽ വരെ ബ്ലീച്ച് ഇടാറുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയ സംഭവമാണ്. ബ്ലീച്ച് ഇടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചില സമയം കണ്ടിട്ടില്ലേ, വെള്ളരിക്കയൊക്കെ വെച്ചിട്ട് ബാക്കി ഭാഗങ്ങളിൽ ബ്ലീച്ച് ഇടുന്നത്. ഇവിടെ കണ്ണിന് ചുറ്റിനും ബ്ലീച്ച് ഇടുന്ന ആൾക്കാരുണ്ട്. സോ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. വീട്ടിലത്തെ കുറച്ച് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും വെച്ച് മാത്രം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ കണ്ണിന് ചുറ്റിനുള്ള പാടുകളെല്ലാം മാറ്റാൻ പറ്റും. സോ എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ടിപ്പാണ് പുള്ളിച്ചോ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുന്നത്. ഒരു പയ്യൻ ടിക്ടോക്കിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നോ? സോറി, കളിയാക്കുന്നതല്ല. കുക്കുംബർ എന്ന് നമ്മൾ വായിക്കാറുണ്ട്. ഇത് കുക്കുംബർ അല്ല പിള്ളേച്ചോ. സംഭവം കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ കാണണം. പുള്ളിക്കാരൻ IELTSൻ്റെ ഒരുപാട് വേർഡ് പ്രൊണൗൺസിയേഷനൊക്കെ എടുക്കുന്ന ഒരു പുള്ളിയാണ്. അന്നേരം ക്യുക്കമ്പ അങ്ങനെയാണെന്ന് തോന്നുന്നു. ശരിക്കും വരുന്നില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ. അന്നേരം അവിടെ വെള്ളരിക്ക എടുത്തിട്ട് വെള്ളരിക്ക നല്ല രീതിയിൽ സ്ലൈസ് ചെയ്യുക. ഒരു ചെറിയൊരു ഭാഗമായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നല്ല വലിയ കണ്ണിന് ചുറ്റിനും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളരിക്കയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. വെള്ളരിക്ക അത് എടുത്തതിന് ശേഷം അത് സ്ലൈസ് ചെയ്ത ഒരു പീസ് നമ്മൾ നാരങ്ങാ നീരിനകത്ത് മുക്കിയിട്ട് അതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. 10 മിനിറ്റ് മാത്രം ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്യുക. അതെടുത്ത് നിങ്ങളുടെ കണ്ണിനകത്തേക്ക് 15 മിനിറ്റ് വയ്ക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഒരാഴ്ച യൂസ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങളുടെ കൺപോളയും പിന്നെ അടിയിലുള്ള എല്ലാ ഡാർക്ക്നെസ്സും മാറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളരിക്ക ഈ നമ്മളുടെ ലെമൺ ജ്യൂസിനകത്ത് മുക്കിയിട്ട് വയ്ക്കുമ്പോൾ ഈ ലെമൺ ജ്യൂസ് അറിയാമല്ലോ, ആസിഡിക്കാണ്. സോ അത് കണ്ണിൽ പോകാതെ നോക്കുക, സൂക്ഷിക്കുക. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പാണ്, നല്ല തണുത്ത പാലുണ്ടല്ലോ, തണുത്ത പാലെടുത്തിട്ട് അതൊരു കോട്ടൺ ബോളിനകത്ത് കുറച്ച് പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് നല്ലതായിട്ട് നമ്മളുടെ ഈ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ഇതാക്കി തേച്ച് കൊടുക്കുക. ഓക്കെ, അത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് കഴുകിക്കളയുക. അടുത്ത മൂന്നാമത്തെ ടിപ്പാണ്, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ ഷോപ്പിൽ നിന്ന് മേടിക്കുക. ആ സംഭവം നിങ്ങൾ മേടിച്ചതിന് ശേഷം നൈറ്റിൽ ചെറുതായിട്ടൊന്ന് നമ്മളുടെ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, കിടന്നുറങ്ങുക. രാവിലെ ഇളം ചൂട് വെള്ളത്തിൽ അത് കഴുകിക്കളയുക, ഇളം ചൂട് വെള്ളത്തിൽ. ഇത് ഡെയിലി നിങ്ങൾക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വിത്തിൻ 4 ഡേയ്സിൽ തന്നെ നല്ല വിസിബിളായിട്ടുള്ള ഇത് നിങ്ങൾക്ക് എന്താ വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അടുത്ത നാലാമത്തെ കിടിലം ആയിട്ടുള്ള ടിപ്പാണ്, ടൊമാറ്റോ ജ്യൂസും അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് നാരങ്ങാ നീരും. റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസിന് 1/2 ടീസ്പൂൺ നാരങ്ങാ നീരൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അത് നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് മാത്രം വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് കഴുകിക്കളയുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. 1 വീക്കിനുള്ളിൽ നല്ലതായിട്ട് വിസിബിളായിട്ടുള്ള നല്ലൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നല്ല, ഷുവറായിട്ടും വരും. 5ാമത്തെ ടിപ്പാണ് കോൾഡ് ടീ ബാഗ്സ്. നമ്മൾ ചായയുടെ ടീ ബാഗില്ലേ, ടീ ബാഗ് ജസ്റ്റ് ഒരു 3 to 4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് അതേ രീതിയിൽ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് 10 മിനിറ്റ് ഒന്ന് തണുപ്പിക്കുക. ഓൺലി 10 മിനിറ്റ്സ്. എന്നിട്ട് അത് എടുത്തതിന് ശേഷം ബാക്കി അതിനകത്തുള്ള ടീയുടെ എസൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ ടീ ബാഗ് നിങ്ങളുടെ കണ്ണിനകത്തേക്ക് വയ്ക്കുക. കണ്ണിനകത്തേക്കല്ല, നിങ്ങളുടെ കൺപോളയിലേക്ക് വയ്ക്കുക. 20 മിനിറ്റ്സ് മിനിമം വെച്ചിരിക്കണം. ഈ ഒരു പ്രോസസ്സ് ആഴ്ചയിൽ 3 വട്ടം ചെയ്താൽ മതി. ഷുവറായിട്ടും നല്ലതായിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത പറയാൻ പോകുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. മാക്സിമം ആൾക്കാർക്കും ഈ ഒരു രീതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് നിങ്ങൾ കുറച്ച് ഉരുളൻകിഴങ്ങിൻ്റെ നീരെടുക്കുക. ഓക്കെ, ഉരുളൻകിഴങ്ങിൻ്റെ നീര് ചതച്ചെടുക്കുക. ഉരുളൻകിഴങ്ങിൻ്റെ നീരിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. അതിനകത്തേക്ക് നിങ്ങൾ കുറച്ച് അലോവേറ ജെല്ലിടുക. അലോവേറ ജെല്ല് പ്യുവറായിട്ടുള്ള അലോവേറ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന്
വെച്ചാൽ വേണ്ട, നമുക്ക് പ്യൂറായിട്ടുള്ള അലോവേറ കിട്ടുവാണെങ്കിൽ അലോവേറയുടെ ജെല്ലെടുക്കുക. പിന്നെ കുറച്ച് റോസ് വാട്ടറൂടെ മിക്സ് ചെയ്യുക. ഇത് നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. ഇത് ആഴ്ചയിൽ ഓരോ ദിവസം ഇടവിട്ടായിട്ട് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് തന്നെ മാറും. അതായത് നിങ്ങൾക്കിപ്പോൾ ആഴ്ചയിൽ 7 ദിവസം, ഒരു 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വിസിബിളായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നല്ല രീതിയിൽ രാത്രി മൊബൈലിരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന ഇത് പരിപാടി ഉണ്ടല്ലോ, അതെല്ലാം ഒഴിവാക്കുക. 8 മണിക്കൂർ നല്ലതായിട്ട് ഉറങ്ങുക. രാത്രി സ്ട്രെയിൻ ചെയ്ത് മൊബൈലിൽ നോക്കി ഇങ്ങനെ ചാറ്റിങ് അതും ഇതൊക്കെ ചെയ്യാതിരിക്കുക. നല്ലതായിട്ട് ഉറങ്ങുക. പിന്നെ അതുകൊണ്ട് തന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, അതെല്ലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ അണ്ടർ ഡാർക്ക് ഐസ് എല്ലാം മാറുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും അണ്ടർ ഡാർക്ക് ഐസ് ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ അന്നേരം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലെ ഈ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് എല്ലാം നിങ്ങൾ അയയ്ക്കുക. ഇനി അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ കൂടി പ്രസ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ബൈ.